അങ്ങനെ പെരിന്തൽമണ്ണ കാതലി ക്ലബ്ബ് ഒരു തീരുമാനം എടുത്തിട്ടുണ്ടെങ്കിൽ അത് നടപ്പിലാക്കാൻ പെരിന്തൽമണ്ണ കാതലി ക്ലബിന് ഒരു പ്രയാസമല്ല. അതുമായി ഞങ്ങൾ ബന്ധപ്പെട്ടുകൊണ്ട് പെരിന്തൽമണ്ണയിൽ തന്നെ ടൂർണമെന്റ് നടത്താനുള്ള എല്ലാ സജ്ജീകരണങ്ങളും മുൻകരുതലും എടുത്ത് ഞങ്ങൾ മുന്നോട്ട് പോകും. പെരിന്തൽമണ്ണ അഖിലേന്ത്യാ സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റിന്റെ സംഘാടനത്തിന് വേണ്ടി മൈതാനം വിട്ടു നൽകുന്നതുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ ഏറെ ദിവസത്തെ വിവാദങ്ങൾക്കും അനിശ്ചിതത്വങ്ങൾക്കും ഒടുവിൽ വർഷങ്ങളുടെ പാരമ്പര്യമുള്ള കാതലി ക്ലബിനെ മറികടന്നുകൊണ്ട് പ്രീമിയർ ക്ലബിന് മൈതാനം വിട്ടു നൽകാൻ ഇന്ന് നഗരസഭ തീരുമാനിച്ചിരിക്കുകയാണ്. വലിയ രീതിയിലുള്ള വിമർശനങ്ങളാണ്. ഈ ഒരു ഘട്ടത്തിൽ കൂടുതൽ കാര്യങ്ങൾ സംസാരിക്കുന്നതിന് വേണ്ടി നഗരസഭ പ്രതിപക്ഷ നേതാവും കാതലി ക്ലബിന്റെ അമരക്കാരനുമായ പച്ചേരി ഫാറൂഖ് നമ്മളോടൊപ്പം ചേരുകയാണ്. ഒരുപാട് ദിവസത്തെ അനിശ്ചിതത്തിനും വിവാദങ്ങൾക്കും ഒടുവിലാണ് നഗരസഭ ഇന്ന് വലിയ ഒരു തീരുമാനമെടുത്തിട്ടുള്ളത്. എങ്ങനെയാണ് നഗരസഭയുടെ ഈ ഒരു തീരുമാനത്തോട് താങ്കൾ പ്രതികരിക്കുന്നത്? നമ്മുടെ കാതറൻ മുഹമ്മദ് അലി സ്പോർട്സ് ക്ലബ്ബ് ഞമ്മടെ സൂചിപ്പിക്കുന്നത് പോലെ 53ാമത് ടൂർണമെൻ്റാണ് ഈ വർഷം. അതിൻ്റെ മുന്നൊരുക്കം ഏതൊരു ടൂർണമെൻറ്റിൻ്റെ വർഷത്തിലും 2 മാസം മുമ്പ് അതിൻ്റെ പ്രവർത്തനങ്ങൾ ആരംഭിക്കണം. ഇപ്രാവശ്യവും ഞങ്ങൾ 2 മാസം മുമ്പ് നഗരസഭയിൽ അപേക്ഷ കൊടുത്തിട്ടുണ്ട്. പെരിന്തൽമണ്ണ ഗവൺമെൻറ് EMS വിദ്യാഭ്യാസ കോംപ്ലക്സിൻ്റെ HMന് അപേക്ഷ കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ അതോറിറ്റി എന്ന് പറയുന്നത് സ്കൂളിൻ്റെ HM ആണ്. ആ സ്കൂളിൻ്റെ HMന് ഞങ്ങൾ 2 മാസം മുമ്പ് അപേക്ഷ, അതിൻ്റെ റെസീറ്റും അപേക്ഷൻ്റെ കയ്യിൽ ഉണ്ട്. എനിക്കതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്, പെരിന്തൽമണ്ണയിലെ ഒരു ഫുട്ബോൾ എന്ന് പറയുന്നത് പെരിന്തൽമണ്ണ കാതലി സ്പോർട്സ് ക്ലബ്ബാണ്. എന്നും വളരെ ജനകീയമായി ജനങ്ങളുടെ ഒരു കൂട്ടായ്മയിലൂടെയാണ് ഈ ടൂർണമെൻ്റ് എന്നും നടന്നു വരുന്നത്. ഈ വർഷം ഞങ്ങളതിന് തുടക്കം കുറിച്ചു, അപേക്ഷ കൊടുത്തു. പത്രത്തിൽ വലിയ ന്യൂസ് ആ സമയത്ത് തന്നെ വന്നിട്ടുണ്ട്. ആ സമയത്തൊരു വിവാദവും ഉണ്ടായിരുന്നില്ല. ഇപ്പോഴാണ് ഇതുമായി ബന്ധപ്പെട്ട് പ്രീമിയർ ക്ലബ്ബ് ഒരു അപേക്ഷ കൊടുക്കുന്നത്. 2 ആഴ്ചയായിട്ടുള്ള അപേക്ഷ കൊടുത്തിട്ടുണ്ട്. പ്രീമിയർ ക്ലബ്ബ് മാത്രമല്ല, അവിടെ ജനങ്ങൾ, ഞാൻ ചെയർമാൻ്റെ ഒരു അഭിമുഖം കണ്ടുപ്പോൾ ആ അഭിമുഖത്തിൽ പറയുന്നത് 2 ക്ലബിൻ്റെ അപേക്ഷ മാത്രമാണ് അപേക്ഷയുള്ളൂ. അവിടെ 2 ക്ലബിൻ്റെ അല്ല, വേറെ 2 ക്ലബ്ബും കൂടി അവിടെ നവംബർ മാസം ടൂർണമെൻറ്റ് നടത്താൻ CHFC പാതായിക്കര ഒരു അപേക്ഷ കൊടുത്തിട്ടുണ്ട്. നവംബർ മാസം ടൂർണമെൻറ്റ് നടത്താൻ. ഒപ്പം തന്നെ കഴിഞ്ഞ വർഷം 3 ക്ലബിനായിരുന്നു അനുമതി തന്നിരുന്നു. അതിലെ ഒരു ക്ലബ്ബ് FC പെരിന്തൽമണ്ണയും ഒരു അപേക്ഷ അവിടെ കൊടുത്തു. 4 അപേക്ഷകളുണ്ട്. ചെയർമാൻ ഏകപക്ഷീയമായിട്ട് ആ 4 അപേക്ഷകൾ ചർച്ചയ്ക്ക് ചെയ്യാതെ ഈ പ്രീമിയർ ക്ലബിനെ പ്രൊമോട്ട് ചെയ്തുകൊണ്ട് അതുപോലെ മുൻകൂട്ടി തീരുമാനിച്ചതിൻ്റെ ഒരു നാടകമാണ് ഇന്ന് ഇപ്പോൾ അവിടെ നടന്നിട്ടുള്ളത്. നമുക്ക് കൃത്യമായിട്ട് മനസ്സിലായി. ഞങ്ങളത് ആദ്യം തന്നെ കണ്ടിട്ടുണ്ട്. ഒരു സർക്കസ് കളിയാണ്, ഒരു മുൻകൂട്ടി കണ്ട ഒരു നാടകം ഇന്നിപ്പോൾ അവിടെ അരങ്ങേറി എന്നുള്ളതാണ്. ചെയർമാൻ പറഞ്ഞത് എന്താണ്, സംഘടന ടീമിനെ കൊടുക്കുന്ന സംഘടന ഇവർക്കാണ് അനുമതി കൊടുത്തിട്ടുള്ളതെന്ന്. ടൂർണമെൻറ്റ് കമ്മിറ്റി അസോസിയേഷനിൽ രജിസ്ട്രേഡ് ക്ലബ്ബുകളുണ്ട്. 52 ക്ലബ്ബുകളാണ് ഈ സംസ്ഥാന കമ്മിറ്റിയിൽ അഫിലിയേറ്റ് ചെയ്തിട്ടുള്ളൂ. അത് പെരിന്തൽമണ്ണയിൽ കാതറലി മാത്രമാണ്, വേറെ ഒരു ക്ലബ്ബും അതിൽ അഫിലിയേറ്റ് ചെയ്തിട്ടില്ല. പിന്നെ എങ്ങനെ അസോസിയേഷൻ അവർക്ക് ടൂർണമെൻറ്റ് കൊടുക്കുന്നു? ആ അപേക്ഷയുടെ മുകളിലല്ലല്ലോ നമ്മൾ ടൂർണമെൻറ്റ് അനുവദിക്കുക. അല്ല, ഞാൻ ഈ വിഷയം കഴിഞ്ഞ കൗൺസിലിനും പറഞ്ഞതാണ്, ഇന്നും പറഞ്ഞതാണ്. അപേക്ഷകൾ നോക്കിയിട്ടാണ്, ആരാണ് അപേക്ഷ തരുന്നത് ആ അപേക്ഷകളാണ് നമ്മൾ ചർച്ച ചെയ്യൽ. ടൂർണമെൻറ്റ് ആര് കൊടുക്കുന്നു ആര് കൊടുത്തില്ല എന്നുള്ളതല്ല ഇവിടെ വിഷയം. ഇവിടെ സംഘടനാപരമായിട്ട് ചർച്ച ചെയ്യുകയാണെങ്കിൽ സംഘടനയുടെ രജിസ്ട്രേഷൻ ഞാൻ ഉൾക്കൊള്ളുന്ന ചെറുട്ടി മുഹമ്മദ് പ്രസിഡന്റും സലാഹുദ്ദീൻ മമ്പാട് സെക്രട്ടറി ആയിട്ടുള്ള സംഘടനയാണ് ഔദ്യോഗിക സംഘടന, രജിസ്ട്രേഡ് സംഘടന. ആ സംഘടനയുള്ള ടീമുകളെ കൊടുക്കുന്നത്. ഈ സംഘടന സ്പ്ലിറ്റ് ആയിട്ടുണ്ട്, എല്ലാവർക്കും അറിയാതെ സംഘടന സ്പ്ലിറ്റ് ആയിട്ടുണ്ട്. അതിൽ 31 ടീമുകളിൽ 19 ടീമും ഈ ചെറുട്ടി മുഹമ്മദ് പ്രസിഡന്റും സലാഹുദ്ദീൻ സെക്രട്ടറിയും ഞാൻ ട്രഷററായിട്ടുള്ള കമ്മിറ്റിയുടെ കൂടെയാണ് 19 ടീമുകൾ. 52 ടീമുകൾ ടൂർണമെൻറ്റ് കമ്മിറ്റികൾ, 40ഓളം ടൂർണമെൻറ്റ് കമ്മിറ്റികൾ ഞങ്ങളെ കൂടെയാണ്. ചെറിയ ഒരു ന്യൂനപക്ഷം മാത്രമാണ് ഇപ്പോൾ ഈ പറഞ്ഞ നിലവിലുള്ള ലെനിൻ. അദ്ദേഹത്തിന് ഒരു രേഖയില്ല, അദ്ദേഹം ഞങ്ങൾ നീക്കം ചെയ്തിട്ടുണ്ട്. ഭരണഘടനാ പ്രകാരം തന്നെ അദ്ദേഹം ഇന്ന് സംഘടനയിലെ ആളല്ല. പിന്നെ എങ്ങനെ അദ്ദേഹം ടൂർണമെൻറ്റ് ടീമിനെ അനുവദിച്ചു കൊടുക്കുന്നു? അപ്പോൾ ഇത് ഒരു നാടകം അരങ്ങേറിക്കൊണ്ട് പ്രീമിയർ ക്ലബിന് അനുവദിച്ചു കൊടുത്തത് പെരിന്തൽമണ്ണയിലെ ഫുട്ബോളിനെ സ്നേഹിക്കുന്ന ഒരാളും അതിന് അംഗീകരിക്കൂല എന്നുള്ളതാണ്. കഴിഞ്ഞ 50ാം ടൂർണമെൻറ്റ് കൊടുത്തതുപോലെ തന്നെ പെരിന്തൽമണ്ണയിലെ മുഴുവൻ ജനവികാരവും ഈ നഗരസഭാ ചെയർമാനും അവർ പ്രതിനിധാനം ചെയ്യുന്ന പ്രസ്ഥാനത്തിനുമാവും എന്ന കാര്യത്തിൽ യാതൊരു സംശയമല്ല. പിന്നെ മറ്റ് കാര്യങ്ങൾ പറയാനുള്ളത്, പെരിന്തൽമണ്ണ കാതലി ക്ലബ്ബ് 2 മാസം മുമ്പ് തീരുമാനിച്ച കാര്യമാണ്. ഡിസംബർ 20, 22 കളി ആരംഭിക്കുന്നുണ്ട്.
കാതർലി സ്പോർട്സ് ക്ലബ്ബ് തീരുമാനം എടുത്താണ്, അത് നടപ്പിലാക്കിയിട്ടുണ്ട്, എന്നും നടപ്പിലാക്കിയിട്ടുണ്ട്. അത് ഇതുവരെ, അത് ഈ ഫുട്ബോൾ ടൂർണമെൻറ്റ് മാത്രമല്ല, ഒട്ടനവധി ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തുന്ന ഒരു ക്ലബ്ബാണ്. മാസാന്തരം 43 പെരുന്തൽമണ്ണ മുനിസിപ്പാലിറ്റി കിഡ്നി രോഗികൾക്ക് 1000 രൂപ പെൻഷൻ കൊടുക്കുന്നു. പാലിയേറ്റീവ് പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് കിടപ്പ് രോഗികൾക്ക് ആവശ്യമായ മെഡിക്കൽ ഉപകരണങ്ങൾ കൊടുക്കുന്നു. സൗജന്യമായിട്ടൊരു ആംബുലൻസ് സംവിധാനം ഓടിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ ഞങ്ങൾ പ്രഖ്യാപിച്ച എല്ലാ കാര്യങ്ങളും ചെയ്യുന്നു. ഒപ്പം തന്നെ ഞങ്ങൾ ടൂർണമെൻറ്റ് കോച്ചിങ് ക്യാമ്പ് ഇവിടെ സ്ഥിരമായി നടത്തി വരുന്നു. ഇവിടെ ഈ കാതലി ക്ലബിനെതിരെ രൂപം കൊണ്ട ഒട്ടനവധി ക്ലബ്ബുകളുണ്ടല്ലോ. അവിടെ ആദ്യം പ്രസിഡൻസ് ക്ലബ്ബ് ചെയ്യുന്നു. അവരും പറഞ്ഞത് എന്താണ്, ഞങ്ങൾക്കും നടത്തണം ടൂർണമെൻറ്റ്, ഞങ്ങൾക്കും നടത്തണം ടൂർണമെൻറ്റ്. എന്തിന്? കാതലി ക്ലബ്ബ് ടൂർണമെൻറ്റ് നടത്തണം കണ്ടിട്ടാണ് ഒരു ക്ലബ്ബ് രൂപം കൊള്ളുക. പ്രീമിയർ ക്ലബ്ബ് കാതലി ക്ലബിൻ്റെ പ്രവർത്തനം കണ്ടിട്ടാണ് രൂപം കൊള്ളുക. ഒരു ക്ലബ്ബ് രൂപം കൊള്ളുന്നത് എങ്ങനെയാണ്? അവർ എന്താണ് അതിന് ലക്ഷ്യം വെച്ചിട്ടുള്ളത്? ഫുട്ബോളിനെ വളർത്താനും സ്പോർട്സിനെ വളർത്താനും അല്ലേ ആണ് അവർ പറഞ്ഞത്. അതിൻ്റെ പ്രസിഡന്റ് മുൻ റിട്ടയർഡ് SP ആണ്. ഒരു റിട്ടയർഡ് SP 9-8 കൊല്ലം മുമ്പ് ഇത് ക്ലബ്ബ് രൂപീകരിച്ച് പ്രവർത്തനം ആരംഭിച്ചപ്പോൾ അന്ന് പത്രക്കുറിപ്പുണ്ട്, എൻ്റെ അടുത്ത് ഇപ്പോഴും ഉണ്ട്. പത്രങ്ങൾക്ക് കൊടുത്ത പത്രക്കുറിപ്പും പത്രങ്ങൾ വന്ന റിപ്പോർട്ടും ഉണ്ട്. ഞങ്ങൾ പെരിന്തൽമണ്ണയിലെ ഫുട്ബോളിനെ, ഒരാളും പെരിന്തൽമണ്ണയിലെ ഫുട്ബോളിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടി ഒന്നും ചെയ്യുന്നില്ല. ആ ഫുട്ബോളിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടി ഞങ്ങൾ വലിയ തോതിൽ കോച്ചിങ് ക്യാമ്പ് ഉൾപ്പെടെ ഒരുപാട് പദ്ധതികൾ ആസൂത്രണം ചെയ്തിട്ടുണ്ട്. അത് നടപ്പിലാക്കാനാണ് ഈ ക്ലബ്ബ് രൂപം കൊണ്ട് എന്നാണ് അന്ന് ഈ പ്രസിഡന്റ് കരീമും അതിൻ്റെ സെക്രട്ടറിയും ഭാരവാഹികളൊക്കെ പറഞ്ഞത്. ഈ 9 കൊല്ലമായിട്ട്, ചെറിയ കാലയളവാണെങ്കിൽ ഈ 9 കൊല്ലമായിട്ട് അവർ പറയുന്നു 9 കൊല്ലം. ഈ 9 കൊല്ലക്കാലം ഈ പെരിന്തൽമണ്ണയിലെ ഫുട്ബോളിന്, അതല്ലെങ്കിൽ സ്പോർട്സിന്, അല്ലെങ്കിൽ കലാകായിക രംഗത്ത്, അല്ലെങ്കിൽ കാരുണ്യ പ്രവർത്തന രംഗത്ത് എന്തെങ്കിലും ഒരു കാര്യം അവർക്ക് ചെയ്യാൻ ഈ പെരിന്തൽമണ്ണയിലെ ജനങ്ങളുടെ മുന്നിൽ പറയാൻ അവർക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പറയട്ടെ. അവരെന്താ പറയാനുള്ളത്? ഞങ്ങൾ ലോക്കൽ ഫുട്ബോൾ ടൂർണമെൻറ്റ് ഗ്രൗണ്ടിൽ നടത്തിയിട്ടുണ്ട്, ഞങ്ങൾ മറ്റ് പരിപാടികൾ നടത്തിയിട്ടുണ്ട്. അതെല്ലാവരും നടത്തുന്നതല്ലേ, ആരവിടെ നടത്താത്തു? പെരിന്തൽമണ്ണ പാതാക്കര CH കലാസമിതിന് 35 കൊല്ലം ടൂർണമെൻറ്റ് നടത്തിയ ഒരു ക്ലബ്ബാണ് പെരിന്തൽമണ്ണ PTM കോളേജ് ഗ്രൗണ്ടിൽ. അങ്ങനെ ഒട്ടനവധി നല്ല പ്രവർത്തനങ്ങൾ നടത്തുന്ന ഒരുപാട് ക്ലബ്ബുകൾ വേറെ ഇവിടെ ഉണ്ട്. അവരൊന്നും ഇതുപോലെ ഫുട്ബോൾ നടത്താൻ കാതലി ക്ലബിൻ്റെ അനുകരിച്ചുകൊണ്ട് കാതലി ക്ലബ്ബ് നടത്തുന്ന ടൂർണമെൻറ്റുകൾ നടത്തണം എന്ന് വാശി പിടിക്കുന്നതിൽ എന്തർത്ഥമാണ്? അങ്ങനെ കാതലി ക്ലബ്ബ് വാശി പിടിച്ച് നടത്തുന്ന പ്രവർത്തനങ്ങൾ അവർ നടത്തുകയാണെങ്കിൽ പാലിയേറ്റീവ് പ്രവർത്തനങ്ങൾ നടത്തട്ടെ, ഫുട്ബോളിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടി ഒരു കോച്ചിങ് ക്യാമ്പുകൾ സംഘടിപ്പിക്കട്ടെ. അങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ പ്രവൃത്തി പദത്തിൽ കാണിച്ചു കൊടുത്തുകൊണ്ട് ജനങ്ങളുടെ അംഗീകാരം പിടിച്ച് പറ്റട്ടെ. അതിനുള്ള കാലയളവ് അവർക്ക് വന്നു. ഏകദേശം ഒരു 9 കൊല്ലക്കാലമായി പെരിന്തൽമണ്ണയിൽ പ്രവർത്തിച്ചു വരുന്നത്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത്, ഇവിടെ പെരിന്തൽമണ്ണക്കാർക്ക് എല്ലാവർക്കും ഇത് തിരിച്ചറിയും. ഇന്ന് നഗരസഭാ ചെയർമാൻ എന്ത് ചതിയാണ് ചെയ്തത് എന്നും ഈ പെരിന്തൽമണ്ണയിലെ ഫുട്ബോളിനെ സ്നേഹിക്കുന്നവരോട് കാണിക്കുന്ന വഞ്ചനയാണ് എന്നുള്ളത് ജനങ്ങൾ തിരിച്ചറിയും. യാതൊരു സംശയമില്ല കാര്യത്തിൽ. കാതലി ക്ലബിനെ സംബന്ധിച്ച് തീരുമാനിച്ച ഫുട്ബോൾ മത്സരങ്ങൾ യഥാസമയം പെരിന്തൽമണ്ണയിൽ തന്നെ ഞങ്ങൾ നടത്തും എന്നാണ് അതുമായി ബന്ധപ്പെട്ട് പറയുന്നത്. അതിൽ യാതൊരു ആശയക്കുഴപ്പത്തിനും വക നൽകുന്നില്ല. നെഹ്റു സ്റ്റേഡിയം മാത്രമല്ലല്ലോ ഈ ഭൂമിയിൽ ഒരുപാട് ഗ്രൗണ്ടിലുണ്ട്. 50-ാം വാർഷികം ഞങ്ങൾ പ്രഖ്യാപിച്ചു. ഞങ്ങളത് വളരെ വിജയകരമായി നമ്മൾ നടപ്പിലാക്കിയിട്ടുണ്ട്. പട്ടിക്കാട് ഗവൺമെൻറ് ഹൈസ്കൂളിൽ ഞങ്ങളത് നടപ്പിലാക്കിയിട്ടുണ്ട്. അങ്ങനെ പെരിന്തൽമണ്ണ കാതലി ക്ലബ്ബ് ഒരു തീരുമാനം എടുത്തിട്ടുണ്ടെങ്കിൽ അത് നടപ്പിലാക്കാൻ പെരിന്തൽമണ്ണ കാതലി ക്ലബിന് ഒരു പ്രയാസമല്ല. അതുമായി ഞങ്ങൾ ബന്ധപ്പെട്ട് പെരിന്തൽമണ്ണയിൽ തന്നെ ടൂർണമെൻറ്റ് നടത്താനുള്ള എല്ലാ സജ്ജീകരണങ്ങളും മുൻകരുതലും എടുത്ത് ഞങ്ങൾ മുന്നോട്ട് പോകും എന്നാണ് അതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. ഫുട്ബോളിൽ പെരിന്തൽമണ്ണയിൽ വർഷങ്ങളുടെ പാരമ്പര്യമുള്ള കാതലി ക്ലബിനെ മറികടന്നുകൊണ്ടാണ് ഇത്തരമൊരു തീരുമാനം നഗരസഭ കൈക്കൊണ്ടിട്ടുള്ളത് എന്ന് തന്നെയാണ് അദ്ദേഹം ഈ ഒരു അവസരത്തിൽ പറയുന്നത്. ഫുട്ബോളിന്റെ ഒരുക്കങ്ങളുമായി ഒരുപാട് മുന്നോട്ട് പോയിട്ടുണ്ടെന്നും കാതലി ടൂർണമെന്റ് ഈ വർഷവും പെരിന്തൽമണ്ണയിൽ തന്നെ സംഘടിപ്പിക്കുമെന്നും പച്ചീരി ഫാറൂഖ് ഈ ഒരു ഘട്ടത്തിൽ നമ്മളോട് സംസാരിക്കുകയാണ്. പെരിന്തൽമണ്ണ കാതലി ക്ലബിൽ നിന്നും ക്യാമറമാൻ ഷാഹിദ് കക്കൂത്തിനൊപ്പം അജ്നാസ് കൂടരഞ്ഞി, ചാനൽ 10 പെരിന്തൽമണ്ണ. കല്യാണം കഴിഞ്ഞ് കുറച്ചു കാലം ഫാമിലി പ്ലാനിങ് ഒക്കെയാണെന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. പിന്നെ പതിയെ എല്ലാവർക്കും കാര്യം മനസ്സിലായപ്പോൾ ആ പ്ലാനും കൈവിട്ടു. കുട്ടികളില്ലാത്തതിനേക്കാളും വിഷമമാണ് കുട്ടികളായില്ല എന്നുള്ള ചോദ്യം സഹിക്കുന്നത്. ഒരു ദിവസം ഇവിടെ ഷോപ്പിൽ വന്നൊരു കസ്റ്റമറാണ് ഷിഫ ഫെർട്ടിലിറ്റി സെന്ററിനെ കുറിച്ച് പറയുന്നത്. ഒരു കുഞ്ഞു വിശേഷത്തിന് തുടക്കമാവുന്നു.
ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ, കിംസ് അൽ ഷിഫ ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.